നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ ഇടമുട്ടത്ത് 5 ഏക്കറിൽ 1.25 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പുതിയ ആൽഫ ഹോസ്പീസിന്റെ നിർമ്മാണത്തിനായുള്ള ആദ്യ നിലയുടെ ബ്രിക് സ്പോൺസർഷിപ്പ് 70 ലക്ഷം രൂപ എന്ന അഭിമാനാർഹമായ നേട്ടം കൈവരിച്ചു. 1000 രൂപ വിലയുള്ള 1 ലക്ഷം ബ്രിക്സ് ആണ് ലക്ഷ്യം. സാമൂഹ്യ കൂട്ടായ്മയിലൂടെ ആൽഫ നടത്തുന്ന പാലിയേറ്റീവ് പരിചരണത്തിന് സമാന്തരമായി സാധാരണക്കാർ നൽകുന്ന ഓരോ ഇഷ്ടികയിലൂടെയും ആൽഫ ഹോസ്പീസ് നിർമ്മാണം പൂർത്തീകരിക്കുകയും സേവനങ്ങൾ സൗജന്യമായി ലഭ്യമാക്കുകയുമാണ് ലക്ഷ്യം. ജീവിതാന്ത്യം ഒറ്റപ്പെട്ടും യാതനകൾ അനുഭവിച്ചുമാകാതിരിക്കാനും അന്തസ്സോടെയാകാനും ലക്ഷ്യം വയ്ക്കുന്ന ഈ യാത്രയിൽ അണിചേർന്ന എല്ലാവർക്കും ആൽഫ ഡെയിലി ന്യൂസിന്റെ അഭിവാദ്യങ്ങൾ. ആൽഫ മാള സെന്റർ റംസാനോടനുബന്ധിച്ച് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. വിഷമിക്കുന്നവന് സന്തോഷം നൽകാൻ ചെയ്യുന്ന പ്രവർത്തനമാണ് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും പുണ്യമായതെന്നാണ് പ്രവാചകൻ മുഹമ്മദ് നബി മനുഷ്യ സമൂഹത്തിന് നൽകിയ സന്ദേശമെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാള ജുമാ മസ്ജിദ് ഇമാം സുബൈർ മന്നാനി പറഞ്ഞു. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. ആൽഫ മാള പ്രസിഡന്റ് എ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രാജു വർഗീസ്, ഡോക്ടർ അബ്ദുൽ സലാം എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സെന്റർ പ്രവർത്തകർ, സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഹൃദയത്തെ പിടിച്ചുലച്ച വിയോഗത്തെക്കുറിച്ച് ആൽഫ കൊടുങ്ങല്ലൂർ സെന്റർ പ്രവർത്തകനും ഹോം കെയർ വാഹനത്തിന്റെ സാരഥിയുമായ സത്യൻ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെ: ഈ ദിവസം എനിക്ക് മറക്കാനാകില്ല. മരണശയ്യയിൽ കിടക്കുമ്പോഴും സത്യനെ കാണണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി നോമ്പിന്റെ നെയ്യത്ത് പണം എന്റെ കൈകളിൽ ഏൽപ്പിച്ച് വിട പറഞ്ഞ ഫാത്തിമത്തെ എങ്ങനെയാണ് മറക്കാനാകുക? കൊടുങ്ങല്ലൂർ എടവിലങ്ങ് ചന്തയ്ക്കടുത്ത് താമസിക്കുന്ന കോലത്തുംപടി കുഞ്ഞു മുഹമ്മദിന്റെ ഭാര്യ ഫാത്തിമയാണ് പാലിയേറ്റീവ് കെയറിനായി തന്റെ വിഹിതം കൊടുത്തേൽപ്പിച്ച ശേഷം ലോകം വിട്ടുപോയത്. സൽക്കാരപ്രിയയായ ഫാത്തിമത്ത പാലിയേറ്റീവ് പരിചരണം ആരംഭിച്ചതു മുതൽ ആൽഫയുടെ ടീം അംഗങ്ങൾക്ക് മിഠായി എങ്കിലും കൊടുക്കാതെ തിരിച്ചയക്കുമായിരുന്നില്ല. നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള ബാങ്ക് വിളിക്ക് തൊട്ടു മുമ്പാണ് ഫാത്തിമത്ത വിട പറഞ്ഞത്. ശേഷം നടന്ന നോമ്പുതുറ ഫാത്തിമത്തയുടെ മനസ്സുപോലെ സൽക്കാരത്തിന്റേതായെന്ന് സത്യൻ കുറിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.